മഹിഷി നിഗ്രഹത്തിന് ശേഷം ആനന്ദ നൃത്തമാടുന്ന അയ്യപ്പസ്വാമിയെ കണ്ടു വണങ്ങാൻ മാലോകർ എരുമേലിയിലേക്ക് എത്തിയ കാഴ്ചയായിരുന്നു ഇന്ന്. എരിയുന്ന വെയിലും വകവയ്ക്കാതെ നിരത്തുകൾ നിറഞ്ഞും കെട്ടിടങ്ങളുടെ മുകളിൽ കയറിയും പേട്ട കാണാൻ കഴിയുന്നിടത്തൊക്കെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ജനം തിങ്ങി നിറഞ്ഞു. തീർത്ഥാടകർക്കൊപ്പം പേട്ടകെട്ട് കാണാനെത്തിയ ഭക്തരുടെ തിരക്കും കൂടിയായപ്പോൾ എരുമേലി ജനസാഗരമായി. കൊച്ചമ്പലത്തിന്റെ കവാടത്തിന് മുകളിലും നൈനാർ മസ്ജിദിന്റെ വളപ്പിലും ഭക്തർ ഇടം പിടിച്ചു. കൊച്ചമ്പലത്തിന്റെ മുന്നിൽ നിന്നാണ് പേട്ടതുള്ളൽ ആരംഭിച്ചത്. കോട്ടപ്പടിയിൽ നാളികേരം ഉരുട്ടി കൊച്ചമ്പലത്തിൽ ദർശനം കഴിഞ്ഞ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ എതിരെയുള്ള നൈനാർ പള്ളിയിലേക്ക് നീങ്ങുമ്പോൾ പേട്ടകെട്ട് സംഘത്തിനൊപ്പം കാഴ്ചക്കാരും ആനന്ദലഹരിയിൽ സ്വാമി തിന്തകത്തോം അയ്യപ്പ തിന്തകത്തോം എന്നാർത്തു വിളിച്ച നഗരത്തെ ഭക്തി സാന്ദ്രമാക്കി. വാവരി സ്വാമിയെ സന്ദർശിച്ച് പ്രസാദവും വാങ്ങി വലിയമ്പലത്തിലേക്ക് തുള്ളി നീങ്ങിയ പേട്ട സംഘത്തിനൊപ്പം ഭക്തരും മുഖത്ത് ചായം പൂശി പേട്ടതുള്ളി. ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന കൃഷ്ണപരുന്തിനെ കണ്ട ശേഷമാണ് അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ട ആരംഭിച്ചത്. കൃഷ്ണപരുന്ത പേട്ട സംഘത്തിന് മുകളിലൂടെ വട്ടമിട്ട് പറന്നതോടെ ഭക്തിയുടെ പാരമ്യത്തിൽ ഭക്തർ ശരണം വിളിച്ചു. ഉച്ചവെയിലിനൊപ്പം ആകാശത്ത് വെള്ളി നക്ഷത്രം തെളിഞ്ഞതോടെയാണ് ആലങ്ങാട്ട് സംഘത്തിന്റെ പേട്ടതുള്ളൽ തുടങ്ങിയത്. പേട്ട സദ്യക്ക് ശേഷമാണ് ആലങ്ങാട്ട് സംഘം പേട്ടതുള്ളലിന് എത്തിയത്. ശരീരമാസകലം കളഭം പൂശി നെറ്റിയിൽ ഭസ്മക്കുറി അണിഞ്ഞ് കായ, ചേന, കാച്ചിൽ, പച്ചക്കറി എന്നീ കാർഷിക വിളകൾ കച്ചിയിൽ കെട്ടി കമ്പിൽ കോർത്ത് തോളിലേറ്റിയായിരുന്നു ആലങ്ങാട്ട് സംഘത്തിന്റെ പേട്ടതുള്ളൽ. ചെണ്ട, ഉടുക്ക്, നാഗസ്വരം, കാവടി എന്നിവ അകമ്പടിയായി.